മാഡം ബോർഡ് മീറ്റിംഗ് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഓ ഓക്കെ ശരി. സാറ എവിടെ? സാറ എവിടെ? സാറ 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 മോളെ മോളെ സാറ ആരാ എൻ്റെ കുഞ്ഞിനോട്? ഡേവിഡ്, അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോ. എന്തിന് ഹോസ്പിറ്റൽ? നീ ഒരു അമ്മ മാത്രമല്ല, ഡോക്ടർ കൂടെ അല്ലേ? അവളെ നോക്ക്. ഐ വോണ്ട് ഹെർ ബാക്ക്. അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഡേവിഡ്. ഇല്ല മിഷേൽ, വേണ്ട. ഒരു ഇരയായ മീഡിയക്കും നാട്ടുകാർക്കും ആഘോഷിക്കാൻ കൊടുക്കില്ല ഞാൻ അവളെ. അവൾക്ക് വേണ്ടി ആരും മെഴുകുതി കത്തിക്കണ്ട. എന്റെ കുട്ടി എങ്ങനെ അവളുടെ കൂട്ടുകാരുടെ പുറത്ത് നോക്കും, ബന്ധുക്കളുടെ പുറത്ത് നോക്കും. നീ എന്റെ കുഞ്ഞിനെ നോക്ക്, അവളെ നോക്ക്. ഡു വാട്ട് ഐ സേ. അന്യന്റെ വീട്ടിൽ അരുതാത്ത കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന ചെകുത്താന്മാരോ ചുറ്റിനും. അവളെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ചീന്തിരിക്കുക എന്റെ കുട്ടിയെ. എനിക്കറിയാം ഡേവിഡ്, എന്നെ വിശ്വസിക്കും. ഞാൻ കെയർ ചെയ്തോളാം അവളെ കൊണ്ടുപോകണം ഡേവിഡ്. ഞാനൊരു അമ്മയല്ല ഡേവിഡ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്.
പോ. ആ നാരായണായിരിക്കും സെക്യൂരിറ്റി. എന്താ 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 കാര്യം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള ഫ്ലാറ്റിൽ റോബറി നടന്നു. ഇവിടെ എന്തെങ്കിലും? ഇല്ലില്ല, ഇവിടെ നിന്നും പോയിട്ടില്ല. സാറേ സിഗരറ്റ്. നിങ്ങൾ സിഗരറ്റ് വാങ്ങാനായി നാരായണ വിടുന്നവരെ CCTV ക്യാമറ കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ കണക്ഷനും ഇല്ല, ഹാർഡ് ഡിസ്കും ഇല്ല. ഡേവിഡ് സാറേ, സാറിനോട് പറയാൻ വിട്ടുപോയതാ. ജോണി സാറിൻ്റെ ഫ്ലാറ്റിലാണ് കയറിയത്. സാർ സിഗരറ്റ് വാങ്ങിക്കാൻ പറ്റില്ലേ? അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിലും ക്യാമറ കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ, ഒന്നും റെക്കോർഡാവില്ല. അതും കംപ്ലൈൻ്റ് ആയിട്ട് മാസം 3 ആയി. നാരായണ തൽക്കാലം ചെല്ലും, ഞാൻ അങ്ങോട്ട് വരാം. ഓ, സാറും പോയിക്കോ. എന്താ? പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. മിസ്റ്റർ ഡേവിഡ്, കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. എന്താ ഇത്? എന്താ ഇതൊക്കെ? നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ ദൈവം കാത്തതാ മിഷേലെ. അവള് മാത്രമല്ല, നീ ഇത് കണ്ടോ? കൂട്ടിന് നമ്മളില്ലാത്തപ്പോ ഇനി അവളെ ആരും ആർക്കും എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സുഖ, മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് ഭാഗ്യം. ഇപ്പൊ അവളൊന്നും പറയുന്നില്ല മിഷേലെ, അവളുടെ ഇഷ്ടങ്ങളൊന്നും പറയുന്നില്ല. ആരാ നമ്മുടെ മോളെ? കണ്ടുപിടിക്കണം, ആരായാലും കണ്ടുപിടിക്കണം. Kill him. അർബുദം ബാധിച്ച കരിച്ചോ മുറിച്ചോ കളയണം. ശരീരത്തിലായാലും സമൂഹത്തിലായാലും. Kill him. കൊന്നുകളഞ്ഞേക്ക്. ആ ഡേവിച്ചേ, ജോണി ഇന്ന് ലേറ്റ്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയതാന്ന്. അവന്മാർ തപ്പുന്നുണ്ടെന്നാ പറയുന്നത്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ആ സെക്യൂരിറ്റി കള്ളൻ നാരായണൻ പുറത്തു പോയ സമയത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കള്ളം കയറുന്നു. അപ്പച്ചനും അമ്മച്ചിയും തനിച്ചേ ഉള്ളെന്നറിയാവുന്ന ഏതോ ഒരുത്തനാ ഈ പണി പറ്റിച്ച്. ജോണി എന്ന് എവിടെയായിരുന്നു? ഞാനത് അറിഞ്ഞിട്ടല്ലയോ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അമ്മച്ചിയുടെ ഒരു മാലയും 25,000 രൂപയും പോയിട്ടുണ്ട്.
അല്ല, അത് മാത്രമേ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ. ജോണിയുടെ പെങ്ങടെ മക്കളിപ്പോൾ വരാറില്ലേ? ഇച്ചായനെന്തോ ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ. അവന്മാരൊക്കെ അങ്ങ് ബാംഗ്ലൂരില്ല. നന്നായെന്നൊക്കെ ആനി പറയുന്നത്. അവന്മാർ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. അല്ല, ഇച്ചായനെന്തോ ഒരു സംശയം പോലെ. അല്ല, ജോണി ആ സമയത്ത് എവിടെ പോയെന്നാ പറഞ്ഞേ? താണ്ട് കിടക്കുന്നു. എൻ്റെ ഇച്ചായൻ്റെ ചോദ്യം കേട്ടാ തോന്നും എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ തന്നെ കയറി മോട്ടിച്ചാന്ന്. അതേ, ഞാനപ്പോൾ എവിടെയായിരുന്നു സമയമാകുമ്പോൾ ഇച്ചായനോട് പറയാം. കേട്ടോ? എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞാൻ ചായ കുടിക്കാൻ മാറിയിട്ടുണ്ടാവും. അല്ല സാറേ, ഇവിടുന്ന് വല്ലതും പോയോ? നീ പോലീസിനോട് പറഞ്ഞതല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ ഈ മുതലാളിമാർക്ക് കുറച്ച് നാളായി പാവപ്പെട്ട സെക്യൂരിറ്റിക്കാരെ കണ്ട ഒരു തരം ചൊറിച്ചില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നില്ല സാറേ. വല്യ പ്രകാശ് എന്റെ അളിയല സാറേ. ഒരു ദിവസം ഇവിടെ എല്ലാം കാണാൻ വന്നതാ. ഇവിടത്തെ ക്യാമറ കേടാണെന്ന് അറിഞ്ഞപ്പോ പ്ലാൻ ചെയ്തതാ. ഇനി എന്നെ തല്ലല്ലേ സാറേ. മൂത്തവളുടെ കെട്ട ഫെബ്രുവരിയിൽ പറ്റിപ്പോയതാ. ഇവിടുത്തെ അമ്മച്ചിയുടെ ഒരു മാല 25,000 രൂപയും കിട്ടി. എല്ലാം തിരിച്ചു കൊടുത്തോളാം സാറേ. ജോണി സാറ് ഫ്ലാറ്റിൽ നിന്ന് കൈ കിട്ടിയതൊക്കെ എടുത്ത് ഓടി വരുമ്പോൾ മുഖംമൂടി വെച്ച ഒരാളെ കണ്ടു. ജോക്കറിന്റെ മുഖംമൂടി. അയാൾ ലിഫ്റ്റിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എന്നെ നോക്കി. അയാൾ നോക്കിയെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നോടി. എനിക്ക് അത്ര അറിയില്ല സാറേ. You know who it is? Yeah, this raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. Never wanna be plain, just mess with. If you want it, then you feel it, just die. Count money in my checks, in my checklist. Pull the trigger, reload and slide. I'ma die as a soldier, but I never agitate over. Skin red and my thick skull sober. But my heart will remain just colder, so I'll stamp. എൻ്റെ അമ്മോ, മുഴുവൻ എല്ലാണല്ലോ. സർ, സിറ്റിയിലെ ബാലപീഡന കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളതോ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒന്നാമൻ ഫ്രാങ്കോ, ട്യൂഷൻ ടീച്ചറാണ്. പഠിക്കാൻ വന്ന 3 കുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇപ്പം നാട്ടിലുണ്ട്. നന്നാവാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ ചിന്തിക്കുമ്പോൾ അതൊന്നും തെറ്റായി തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ മനുഷ്യരാണോ തീരുമാനിക്കുക തെറ്റും ശരി? അമ്മച്ചി അപ്പച്ചനും വളർത്തിയ ദോഷം കൊണ്ടൊന്നുമല്ല. പഠിക്കുമ്പോൾ ഒന്നാമനായിരുന്നു, പഠിപ്പിക്കുമ്പോഴും. ഇപ്പോൾ എന്താ പരിപാടി? ട്യൂഷൻ സെൻറ്റർ പൂട്ടി. നിങ്ങളീ പറയുന്ന പരിപാടിയിൽ ഞാനില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പം നീ നന്നായിട്ടില്ല. ഞാനൊന്നും ഓക്കെയാണ് സാറേ. പിന്നെ നിങ്ങളുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ പ്രശ്നം 2 കൊല്ല പ്രകൃതി വിരുദ്ധനെന്നും പറഞ്ഞ് അകത്തിട്ടത്. കുട്ടികളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. നായും നരനും നരിയുമൊക്കെ ഉണ്ടായത് ഒരു കണികയിൽ നിന്ന്.
അതുകൊണ്ട് ഇതിൽ വലിയ പ്രകൃതി വിരുദ്ധതയൊന്നുമില്ല സാറേ. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ പഠിച്ചിട്ടുള്ളത്. പീഡോഫിലിക്സ് അട്രാക്റ്റ് ആവുന്നത് കുട്ടികളുടെ സ്കിൻ ടെക്സ്ചർ, അവരുടെ മണം. നമുക്കതൊന്നുമില്ല, ചെറിയൊരു ആത്മസുഖം, അത്രേ ഉള്ളൂ. അല്ല, സാറുമാനപ്പൻ എന്താ ചെയ്യാ? അലവലാതി പൗലോ കാമപ്രാന്തൻ. സാറേ, പിള്ളേരെ സ്കൂളിൽ വിടാൻ കൂടി പേടിയാണ്. കള്ളും കുടിച്ചിട്ട് എവിടെന്നെങ്കിലും വരും. കൊച്ചു പിള്ളേരെ മാത്രമല്ല, ഇവിടെയുള്ള ഒരുത്തരുടെ അടിവസ്ത്രം പോലും അലക്കിടാൻ പല. അവൻ കണ്ട അപ്പ എടുത്തോണ്ട് പോകും. പെണ്ണുങ്ങൾക്കാടെ പുറത്തിറങ്ങാൻ പേടിയാണ്. ഇങ്ങനെ ഒരുത്തൻ മാറി. സാറേ, കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു വരാത്ത വിധം തിയാച്ചേക്കണം. പിന്നെ ഞാനീ പറയണത് അവനറിയണ്ട. പിന്നെ നിങ്ങെങ്ങാനും പറഞ്ഞ് പാതിരാത്രി വന്ന് എൻ്റെ ചെറ്റ പൊളിക്കാൻ നോക്കും. നിങ്ങൾ ആ ഏരിയ മുഴുവൻ നോക്കിയില്ല. സാറ് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പറയല്ലേ. ഡാൻസ് അവനവിടെ തന്നെ കാണും, സോളവൻ്റെ കുടിയിൽ. ഇപ്പൊ അവന്റെ പെണ്ണെ വെച്ചോണ്ടിരിക്കുകയല്ലേ. ധൈര്യമായിട്ട് ചെല്ലു സാറേ, പോയി പോലീസിനെ പവർ കാണിക്കും. സാറേ, അവനോടെങ്ങും ഇല്ല സാറേ. ഞങ്ങൾ മൊത്തം അരിച്ചു പറക്കി പൊങ്ങിയെന്നോ തോന്നുന്നേ. അവനിപ്പോ ഞാൻ കണ്ടതല്ല അവിടെ. സാറേ, നമ്മൾ മൂന്നുപേരും കൂടെ വരുന്നോണ്ടാണെന്ന് അറിയില്ല. എപ്പോഴും ആണല്ലോ. അവന് യാത് പേരെന്താണ് രാജ്യം കൊണ്ടുപോയത്? ഇനി ഇറക്റ്റ് ആവില്ല. അതുപോലെ നിങ്ങൾ തൊഴിച്ചിരിക്കുന്നത് കുറച്ച് ക്രൂരായിപ്പോയി. എന്ത് ക്രൂരത? ഇവനൊക്കെ ഇതൊന്നും പോരാ. എവിടെയെങ്കിലും വീണാന്നേ അവൻ പറയൂ, അല്ലടാ? ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഇതിന്റെ സീസണാണോ? ഇവന്മാരും വീണതാന്നാ പറയുന്നത്. ആരോ കൃത്യമായി നാടിയും ഞരമ്പും നോക്കി പ്രഹരിച്ചതാ, നിങ്ങൾ ചെയ്ത പോലെ. സാറേ, നമ്മൾ അന്വേഷിക്കുന്ന രണ്ടാമനും മൂന്നാമനും. അപ്പം നമുക്ക് മുന്നേ ആരോ പണി തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ ആണല്ലോ. ഇവനാര് ജെയിംസ് കൊണ്ടാ? ഇന്മാരിച്ചു കൊടുത്ത് ഈ സാധനം അടങ്ങുന്ന ഇവന്മാരെ സമ്മതിക്കണം. AC ഉണ്ട്, AC, കാർ AC, വീട് AC, പണിസ്ഥലം AC. ഇവന്മാർക്കൊക്കെ എന്തോന്ന് ചൂട്. ആൻ്റെ ഇല്ലേ? എന്താണാവോ? എന്താ കാര്യം? ആൻ്റെ ഒന്ന് കൊണ്ടുപോകണം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. നടന്നു തന്നെ. നിങ്ങളെ കൊണ്ടുവരാൻ ഒരാൾ വന്നേക്കണം. എന്താ സാറേ കാര്യം? പണിക്കാണോ അതോ പണിയാനാണോ? ആൻഡോ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഒരാളെ പറ്റി അറിയാനാ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ പറ്റി. ആൻഡോയുടെ ഗ്യാങ്ങിലോ ആൻഡോയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും ഗ്യാങ്ങിലോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം അതാണല്ലേ കാര്യം. ഒരു ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ വേറെ ക്രിമിനലിൻ്റെ അടുത്ത് ഒരുമാതിരി പോലീസ് ലൈൻ ഒറ്റ കൊടുക്കണ പാരമ്പര്യമൊന്നും ആൻ്റൊക്കില്ല. പോലീസുകാർ ചോദിച്ചാൽ പോലും ആൻ്റൊന്നും ഒന്നും പറയാറില്ല. അത് പോലീസുകാർ ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കാഞ്ഞിട്ടാ. ഈ കോട്ടൊക്കെ കണ്ടതിൻ്റെ പേരിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ സാറേന്ന് വിളിക്കും. സാറ് കയറ്, സ്ഥലം വിട്. ആൻഡോയ്ക്ക് ഡ്രൈവിംഗ് അറിയോ? So let's
Let's lift off, break this, can my own take this. I'ma be the savior of the rulers, got surrender, so reckless. തനക്കെന്നെ അറിയില്ല. താൻ എന്താ കരുതിയ എന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവാന്നാ? 24 കേസേ ആന്റോന്റെ പേര് പഴംപൊഴി കൊണ്ടല്ല. തനക്കെന്നെ ശരിക്കും അറിയില്ല. മുഖംമൂടിയും വേഷം കെട്ടലും കുട്ടികളെ കാണുമ്പോൾ വികാരം വരുന്ന കുരിപ്പുകളൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. കച്ചേരിപ്പടിയിൽ ഒരു അസ്യസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോണ പിള്ളേരെ തുണി പൊക്കി കാണിക്കുന്ന പറപ്പ് ഏതോ പീഡന കേസിൽപ്പെട്ട് അവ 1 വർഷമായിട്ട് അകത്താ. താങ്ക് യു. ആദ്യമായിട്ട് ഒരുത്തൻ ഇമ്മാരി പണി എൻ്റെ ദേഹത്ത് തരണേ മറക്കില്ല സാറേ. എൻ്റെ മറവി നിന്നെ രക്ഷിക്കട്ടെ. എൻ്റെ കൈക്ക് നല്ല രാശിയാ, ശീലമായിക്കോളും. ഒന്ന് അറിഞ്ഞു വയ്ക്കണം നല്ലതാ. ആൻ്റെ എങ്ങനെയാണെന്നും പണികൾ എങ്ങനെയായിരിക്കുന്നു എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. Pump your brakes when you feel this greatness. Feel this greatness. Pump your brakes when you feel this greatness. Feel this greatness. പെൺകുഞ്ഞുങ്ങൾക്ക് ഉപ്പാനോടാണ് സ്നേഹക്കുള്ളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് എന്നെ പേടിയായിരുന്നു. അവളുടെ ഒരാവശ്യവും എന്നോട് പറയാറില്ല. അവളില്ലാണ്ടായപ്പോഴാണ് ഇവളെന്നോട് പറയണത്. ഒരുപാട് പറയാനുണ്ടായിരുന്നു എൻ്റെ മോൾക്കെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഡേവിഡിന് ഇതുമായി എന്താ ബന്ധം? പറഞ്ഞല്ലോ, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാ. പത്രത്താളുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ കുട്ടികളെക്കുറിച്ചൊരു ഫീച്ചർ ചെയ്യണമെന്നുണ്ട്. ലോകം നശിക്കാൻ പോകുന്നത് അക്രമകാരികളെ കൊണ്ടല്ല, അക്രമം കണ്ടു നിൽക്കുന്നവരെ കൊണ്ടാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? വസീം, നിങ്ങളൊരു ബിൽഡറല്ലേ? ആരയാള്? എന്താ അയാള് ചോദിക്കുന്നേ? നിങ്ങളെന്തിനെല്ലാം പറയാൻ നിൽക്കുന്നേ? ഞാൻ അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഡേവിഡ് നൈനാൻ, ഹീസ് എ ബിൽഡർ. ഈ സിറ്റിയിലെ ഉദയവും അസ്തമയവും ഡേവിഡിന്റെ മണ്ണിലാണ്. സിഗരറ്റ് വാങ്ങാൻ സെക്യൂരിറ്റി പുറത്തുവിട്ട സമയത്താണ് CCTV ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആയത്. അയാളാണെങ്കിൽ സിഗരറ്റ് വിളിക്കുന്ന ആളുമല്ല. നിങ്ങൾ സിഗരറ്റ് വാങ്ങാനായി നാരായണ വിടുന്നവരെ CCTV ക്യാമറ കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ കണക്ഷനും ഇല്ല, ഹാർഡ് ഡിസ്കും ഇല്ല. ഫ്ലാറ്റിൽ ചെന്നപ്പോൾ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. എന്താ? പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. അന്ന് അയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിരുന്നു. ഒന്നുകിൽ റോബറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചതാകും. പിന്നീടുണ്ടായ എന്തോ കാരണത്താൽ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം അയാൾ DCP ഓഫീസിൽ വെച്ച് കണ്ടിരുന്നു. അവിടെ റൈറ്ററുടെ ക്യാബിന്. അയാൾ എന്തിനാ വന്ന്? പോസ്കോ കേസുകളെക്കുറിച്ചും അത് അന്വേഷിച്ചിരുന്ന സാമുവൽ സാറിന്റെ മരണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും വിവരാവകാശ നിയമപ്രകാരം അയാൾ വാങ്ങിയിട്ടുണ്ട്. അയാൾക്ക് സുന്ദരിയായൊരു കുട്ടിയുണ്ടല്ലേ?